ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവർക്ക് ദിന. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ BMR ബോസിനെ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന്. അപ്പോൾ ഈ വീഡിയോ അതാണ്, നമ്മുടെ BMR ബോസ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതിന് ഇടാൻ പോകണം നമ്മൾ ജെറുസലേം എന്ന് പറഞ്ഞ പേരായിരിക്കും. അപ്പോൾ ഞാൻ വണ്ടി കാണിച്ചിട്ടാ. എന്തായാലും നമ്മളുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി തന്നെയാണ്. അടിപൊളി ഞാൻ വണ്ടി കാണിച്ചിട്ടാ നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ ക്രൈച്ച് തന്നെയാണ് പേര് കൊടുത്തത്. നമ്മുടെ നിക്നെയിമായിട്ട് ജെറുസലേം എന്നും. ഇപ്പോൾ BMR ബോസ്. ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ട് റെഡ് കളറാട്ടോ ഗൈസ്. എനിക്ക് മറ്റേ വണ്ടീനേക്കാൾ എന്തോ കൂടുതൽ ഇഷ്ടം ഈ വണ്ടികളാണ്. കാണാനും നല്ല ചന്തമുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ആന ഒന്ന് കാണില്ല. ഞാൻ എന്തായാലും വണ്ടി കാണിച്ചിട്ടാ. ഞാൻ പറഞ്ഞത് ജെറുസലേം. ഇനി ഈ വണ്ടിയുടെ ഗ്രാഫിക്സ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു ഇത് ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിലുണ്ടാവും. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ലെങ്ത്ത് കൂടും. ഞാൻ പുറകിൽ യേശുവിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മേളിൽ ഈശോ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ റിമ്മും ഞാൻ നേരത്തെ നമ്മളുടെ ജെറിയുടെ ഇൻറ്റീരിയറിൻ്റെ കളർ തന്നെയായിരുന്നു ജെറിയുടെ റിമ്മിനും കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ബോസിൻ്റെ ജെറുസലേമിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കളർ തന്നെ നമ്മുടെ റിമ്മിനും കൊടുത്താണ്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിന്ന് എടുത്ത് നമ്മളെ ഗ്രാഫ് അടിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഗൈസ്. എന്തായാലും അവിടെ വരെ എത്തനായിരം വരെ നമുക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാം. ഗൈസ്, ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മളുടെ ചാനലിൽ വലിയ വ്യൂസൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പം എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തുന്നുണ്ട്. വണ്ടി നമുക്ക് ആദ്യം റോട്ടിലേക്ക് ഇറക്കട്ടെ. ഇവിടത്തേക്ക് ഈ വഴി ഫുൾ പണിയാട്ടോ ഗൈസ്. വണ്ടി ഇടിക്കാതെ വേണം പുറത്തേക്ക് ഇറക്കാൻ. ഇപ്പം എന്തായാലും നമ്മൾ വണ്ടി പയ്യെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അവിടെ ഇവിടെ തട്ടാതെ. എന്തായാലും ആ വണ്ടി കൊണ്ടുവന്ന് പോട്ടെ. ആദ്യം കൂടെ ഇപ്പം തട്ടും അറിവെടുത്ത് പോട്ടെ. അപ്പോൾ നമ്മൾ റോഡിലേക്ക് ഇറക്കുന്നുണ്ട് ഗൈസ്. ഒരു വണ്ടി എൻ്റെ അതും കൂടി പോയി കേട്ടെ. അതും പോയി. അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മളുടെ വണ്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അവിടെ പുറകിൽ ഇടിക്കണമല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചെടുക്കാം. എന്തായാലും വണ്ടി ഇപ്പോൾ ഫുൾ കണ്ടീഷനിലാണ്. നമ്മൾ പയ്യെ റോഡിലേക്ക് എടുത്തുകൊണ്ട് വണ്ടികളൊന്നും മഞ്ഞില്ല. ഇപ്പോൾ ഓക്കെ, സെറ്റായിട്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നമ്മളെ ആ സ്ഥലത്ത് എത്തി കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യം ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇത് മലയുടെ മേലുള്ള സ്ഥലമാട്ടോ ഗൈസ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വണ്ടി എടുത്തോളാം എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യണവരുടെ പേര് ഞാൻ പറയണില്ല, അത് നമുക്ക് പിന്നെ പറയാം. ഇതിപ്പോൾ ഇവിടുന്ന് നേരെ ഒരു താഴേക്കാണ് പോണത്. അപ്പോൾ എന്തായാലും നമ്മളെ ഗ്രാഫൊക്കെ അടിച്ച് വണ്ടി സെറ്റാക്കി നമ്മൾ വരും. ഇതിപ്പോൾ സൈഡിൽ ഏതാണ്ട് ആംബുലൻസിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ വന്യ ഇത് കണ്ടായിരുന്നു. മെഡിക്കൽ ക്യാമ്പാന്ന് തോന്നുന്നു. അകത്തുനിന്ന് ട്രാൻസ്പെറൻറ്റും പുറത്തുനിന്ന് നോക്കുമ്പോൾ റെഡ് കളറും. ഇപ്പം എന്തായാലും ഇതാണ് സ്ഥലം. ഇതിൽ കൂടെയാണ് വണ്ടി കയറ്റി കൊണ്ട് പോയത്. ഗൈസ്, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും വേണം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ വർക്കും കഴിഞ്ഞ് നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ഇടാൻ പോണ വീഡിയോ ഉറപ്പായിട്ടും ചിലപ്പോൾ നമ്മളുടെ ജെറിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞ വീഡിയോ ആയിരിക്കും. കാരണം വെച്ചാൽ അവനെ ആദ്യം നമ്മൾ പണിക്ക് കയറ്റിയേ. അവൻ്റെ വീഡിയോ വരാൻ കാത്തിരിക്കുക. ബൈ.